സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. നിലമ്പൂരിൽ മോഡിഫിക്കേഷൻ നടത്തിയ കാർ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. തീതൊപ്പുന്ന വാഹനമാണ് പിടികൂടിയത്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ രാത്രിയിലായിരുന്നു പരിശോധന. വണ്ടിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റദ്ദാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. നിലമ്പൂർ കനോളിപ്പോട്ടിൽ ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിലാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷെരീഫ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സൂരജ്, ഡ്രൈവർ സജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ തീതൊപ്പുന്ന കാർ പിടിച്ചെടുത്തത്. വാഹനം പിടികൂടുന്ന സമയത്ത് 4 വിദ്യാർത്ഥികളാണ് കാറിലുണ്ടായിരുന്നത്. കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് ലൈസൻസ് ഉണ്ട്. പ്രവാസിയായ നിലമ്പൂർ സ്വദേശിയുടെ പേരിലുള്ള കാറാണിതെന്നും മോട്ടോർ വാഹന വകുപ്പ് തുടർ നടപടികളിലേക്ക് നീങ്ങുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശപ്രകാരം രാത്രി കാലങ്ങളിൽ വാഹന അപകടങ്ങൾ പെരുകുന്നത് തടയാൻ വേണ്ടി വൈകിട്ട് 6 മുതൽ രാത്രി 8 വരെ ചെക്കിങ് ഇപ്പം നിർബന്ധമാക്കിയിരിക്കുകയാണ്. കാരണം ഓൾ കേരള ഒരു ഡ്രൈവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു വാഹനം ഞങ്ങൾ ചെക്കിങ്ങിനിടയിൽ കാണുകയും വാഹനം തടഞ്ഞു നിർത്തിയതിൽ അപകടകരമായ ആൾട്രേഷനുകൾ വണ്ടിയിൽ വരുത്തുകയും എക്സോസ്റ്റിലൂടെ തീ തുപ്പുന്ന രീതിയിലുള്ള സെറ്റിങ്സൊക്കെ വെച്ചിരിക്കുന്ന ഒരു വാഹനമാണെന്ന് മനസ്സിലാവുകയും വാഹനം പിടിച്ച് കണ്ടുകെട്ടുകയും ചെയ്തിട്ടുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ വാഹനത്തിൻ്റെ ഓണർ അതിനുശേഷം വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ആണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നടപടികൾ RC ഓണർക്കെതിരെ ആയിരിക്കും. RCക്കെതിരെ നടപടി ഉണ്ടാവും. RC സസ്പെൻഷനും അല്ല RC ക്യാൻസലേഷനും വരും. അത് ഇതിൻ്റെ ഗ്രീവിയൻസ് അനുസരിച്ച്. ഇപ്പം ആക്ച്വലി നമ്മുടെ ഓണർ ഇപ്പം സ്ഥലത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നാൽ മാത്രമേ ഈ വാഹനം വിട്ടു കൊടുക്കുകയോ മറ്റു തരത്തിലേക്ക് കടക്കുകയുള്ളൂ. പരിശോധന ഇനിയും തുടർന്ന് രാത്രി കാലങ്ങളിൽ ഉണ്ടായിരിക്കും. വണ്ടിയിൽ 4 വിദ്യാർത്ഥികളാണ്. വിഷൻ, നിലമ്പൂർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.